നമ്മൾ കൊന്ന പുലിയുടെ അവശിഷ്ടം കുഴിച്ചിടുന്നത് അവൻ്റെ ആരോ കണ്ടു. അത് പറയാനാണ്. ഞെട്ടിത്തരിച്ച് വിമലും ടൈറ്റസും സെയ്ദിനെ നോക്കി. അന്നേരം ചെല്ലക്കൊട്ടൻ കുന്നുകയറി വന്നു. അവൻ കിതപ്പാറ്റിയിട്ട് പറഞ്ഞു, ഇടിച്ചിടിച്ച് ഇപ്പോൾ ഒരു പാത്രമാണെന്ന് ആരും അറിയുന്നില്ല. മൃഗം പോലും ഇറങ്ങാത്ത കൊക്കയിലേക്ക് എറിഞ്ഞു. ടൈറ്റസ് അക്ഷമയോടെ പറഞ്ഞു, നമുക്ക് പോണം. ഇറച്ചിയെടുത്ത് കഴിക്ക് വേഗം. അവൻ ഇറച്ചിപ്പൊതി എടുത്തു. എന്നിട്ട് പറഞ്ഞു, പോകാം സാറേ. സെയ്തു പറഞ്ഞു, കഴിച്ചിട്ട് പോയാൽ മതി. ചെല്ലക്കുട്ടൻ പറഞ്ഞു, സമയം കളയണ്ട സാറേ. സെയ്തു കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു, പറഞ്ഞില്ലേ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ചെല്ലക്കുട്ടൻ പറഞ്ഞു, എനിക്ക് വേണ്ട സാറേ, ഞാനത് കഴിക്കില്ല. സെയ്ദിൻ്റെ ശബ്ദം മാറി. അതെന്താ? വേണ്ട. പറ്റില്ല, എല്ലാവരും കഴിച്ചേ പറ്റൂ. ടൈറ്റസ് ഇടപെട്ടു. അവന് വേണ്ടേ വേണ്ട, കളഞ്ഞിട്ട് വാ സാറേ, പോകാം. സെയ്ദ് ശബ്ദം കടുപ്പിച്ചു. പോകാൻ പറ്റില്ല, ഇവൻ കഴിക്കാതെ. അയാൾ ചെല്ലക്കുട്ടനോട് പറഞ്ഞു, നായട്ടു സംഘത്തിലൊരു പതിവുണ്ട്. കൊല്ലാൻ ഒരാളെ കൊണ്ടേ പറ്റൂ, പക്ഷേ ഒരുമിച്ച് തിന്നും, ഒരുമിച്ച് നിൽക്കുന്നു എന്ന് കാണിക്കാനാ. പരസ്പരം ഒറ്റില്ല എന്നതിലുള്ള ഉറപ്പ്. നീ ഇത് ഇപ്പോൾ കഴിച്ചില്ലേൽ നീ ഒറ്റുമെന്ന് ഞങ്ങൾ കരുതേണ്ടി വരും. എങ്കിൽ ഇത് കേസാവും. ആദ്യം ഇവിടെ, വിചാരണയും കോടതിയുമെല്ലാം ആദ്യം ഇവിടെ, കാട്ടിൽ. പിന്നെ ഇത് നാട്ടിലേക്കെടുക്കൂ. ഇവിടെ കാട്ടിൽ കാട്ടുനിധിയ. എന്നെക്കൊണ്ട് അതെടുപ്പിക്കാതെ എടുത്ത് കഴിക്ക്. ചെല്ലക്കുട്ടൻ കട്ടായമായിട്ട് പറഞ്ഞു, സാർ എന്ത് ചെയ്താലും ഞാൻ കഴിക്കില്ല, എനിക്കിഷ്ടമല്ല. ടൈറ്റസ് പറഞ്ഞു, ഡാ, സാറിനെ ദേഷ്യം പിടിപ്പിക്കാതെ ഒരു കഷ്ണം എടുത്ത് വായി വെക്ക്. മണുമണാന്ന് നീ ബീഫ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. ഇത്തിരി നീരിറക്കിയിട്ട് കൊത്തു വേണമെങ്കിൽ അങ്ങ് തുപ്പിക്കളഞ്ഞോ. സെയ്തു പറഞ്ഞു, അത് പറ്റില്ല, ഒരു കഷ്ണമെങ്കിലും കഴിച്ചിറക്കണം. ഇവൻ്റെ ഉടലിക്കിടക്കണം അതിൻ്റെ പങ്ക്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ചെല്ലക്കുട്ടൻ കടുപ്പിച്ചത്. അത് നടക്കില്ല സാർ. ഒരു നിശബ്ദത. ടൈറ്റസും വിമലും പരസ്പരം നോക്കി. സെയ്ത് മെല്ലെ പറഞ്ഞു, പിന്നെ നമുക്ക് പോകാനും പറ്റൂല. പോയാലും പിന്നെ 3 പേരെ കാടുകടക്കൂ. വിമൽ ശബ്ദമുയർത്തി, ഡാ, മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക്. നമുക്ക് പോണം. നീ വിചാരിക്കുന്നത് പോലല്ല. നീ പുലിയുടെ ബാക്കി കുഴിച്ചിടുന്നത് ആരോ കണ്ടു. കുടിയിന്ന് നിന്റെ പിന്നാലെ കയറി വന്നവനില്ലേ, അയാൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻഫോമറാ. ചെല്ലക്കുട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു, അതിന് ഞാനെന്ത് വേണം? എനിക്കതിൽ പങ്കില്ല. മേലുദ്യോഗസ്ഥർ പറഞ്ഞു, അനുസരിച്ചു, അത്രയേ ഉള്ളൂ. സെയ്ത് ചെല്ലക്കുട്ടൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. വിമലും ടൈറ്റസും പേടിച്ച് അയാളെ നോക്കി. പുതിയമായി നിൽക്കുന്ന ചെല്ലക്കുട്ടൻ്റെ തൊട്ടു മുന്നിലെത്തി സെയ്ത് ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു, കഴിക്കടാ. ചെല്ലക്കുട്ടൻ അക്ഷോഭ്യനായി പറഞ്ഞു, ഞാൻ കാടിൻ്റെ വാച്ചറാ സാറേ. ഞാൻ എൻ്റെ കാട്ടിലെ മൃഗത്തെ തിന്നുകേല. അതെന്താ? എൻ്റെ ചോറാ, അതെൻ്റെ നിയമമാ. ദേഷ്യത്തോടെ ഡ്രൈവർ ടൈറ്റസ് മുന്നിലേക്ക് കയറിയിട്ട് പറഞ്ഞു, പിന്നെ നീ എന്തിനാണ് ആ മുയലിനെ എറിഞ്ഞു കൊന്നത്? അത് ആ പുലിക്ക് തിന്നാനാ. അതി ന്യായമുണ്ട്. വിമൽ പറഞ്ഞു, അപ്പോൾ ഞങ്ങളീ ചെയ്തതിൽ ന്യായമില്ല. ചെല്ലക്കുട്ടൻ പറഞ്ഞു, ഇല്ല. വിമൽ വിറച്ചു പറഞ്ഞു, ഇതൊക്കെ നീ നേരത്തെ പറഞ്ഞിരുന്നേല് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന് നിങ്ങളുടെ ഗൂഢാലോചനയിൽ എന്നെ പങ്കെടുപ്പിച്ചില്ലല്ലോ സാറേ. എനിക്ക് അറിയത്തില്ലായിരുന്നു. സെയ്തു പറഞ്ഞു, എനിക്കും അറിയത്തില്ലായിരുന്നു. ഇവന്മാരെന്നെ സ്നേഹിച്ചതാ, ഒടുക്കത്തെ സ്നേഹിപ്പ്. പറ്റിപ്പോയി. ഒന്നിച്ചിറങ്ങി ഒന്നിച്ചു നിൽക്കണം. എൻ്റെ തല പോയാലും ഞാൻ നിൽക്കും, നീയും നിൽക്കണം. ചെല്ലക്കുട്ടൻ മെല്ലെ പറഞ്ഞു, അങ്ങനെ നിയമമൊന്നുമില്ല. സെയ്ത് മുന്നോട്ടാഞ്ഞു. ഡാ. വിമൽ തടഞ്ഞു. സാറേ, പയ്യനാ, പ്ലീസ്. സെയ്ത് പല്ല് ഞെരിച്ചമർത്തി. വിമലിൻ്റെയും ടൈറ്റസിൻ്റെയും മുഖം മാറി. വിമൽ ചോദിച്ചു, നീ ആദിവാസിയാണോ? ചെല്ലക്കുട്ടൻ മിണ്ടിയില്ല. ചെല്ലക്കുട്ടൻ എന്ന് വെച്ചാ നീ ഏതാ ജാതി? ക്രിസ്ത്യാനിയാ. ജോർജ് മാത്യു ചെല്ലക്കുട്ടൻ. ടൈറ്റസ് ഇടപെട്ടു. കുടിയേറ്റക്കാരനാണോടാ? സെയ്ത് ഊന്നി ചോദിച്ചു. ആണോടാ? ചെല്ലക്കുട്ടൻ പറഞ്ഞു, ആ. ടൈറ്റസ് പുച്ഛത്തോടെ ചിരിച്ചു. അത് ശരി, കാട് മുഴുക്കെ വെളുപ്പിച്ച് നശിപ്പിച്ചവന്മാരാ സാറേ. നിന്ന് ന്യായം പറയുന്നോടാ? ചെല്ലക്കുട്ടൻ പറഞ്ഞു, ഞങ്ങൾ പട്ടിണി മാറ്റാൻ വന്നു കയറിയതാ സാറേ. വിശന്നപ്പോൾ കൃഷി നശിപ്പിക്കാൻ വന്ന 5-6 കാട്ടുപന്നികളെ പിടിച്ച്
തിന്നിട്ടുണ്ട്. 5-6 വേട്ടക്കാരൊക്കെ കാണും. പക്ഷേ എസ്റ്റേറ്റ് ഉണ്ടാക്കിയതും കോറി ഉണ്ടാക്കിയതുമൊന്നും ഞങ്ങളല്ല. നാട്ടീന്ന് ദുഷ്ടലാക്കിന് വന്നവരാ. കാടിനെ തൊട്ടാ ചിലപ്പോൾ ഞങ്ങൾക്കും പൊള്ളും. സേതു ജീപ്പിൽ കയ്യൂന്നി അകലേക്ക് നോക്കി നിന്നു. ടൈറ്റസ് പറഞ്ഞു, കള സാറേ, തിന്നില്ലേലും പാകം ചെയ്തത് ഇവനല്ലേ, ഇവനും പങ്കുണ്ട്. സേതു പറഞ്ഞു, അതങ്ങനെ പറഞ്ഞാൽ തീരൂല ടൈറ്റസേ. വിമൽ കരയുന്നത് പോലെ ചോദിച്ചു, ഡാ, ഇത്രയും കടുംപിടുത്തം പിടിക്കാതെടാ, ഞങ്ങൾ കഴിച്ചു പോയടാ. ഒറ്റുമോ നീ ഞങ്ങളെ? ചെല്ലക്കുട്ടൻ നിസാരമായി പറഞ്ഞു. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. സേതു അവനോട് ചോദിച്ചു, നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാ? അതെനിക്ക് അറിഞ്ഞുകൂടാ, വിമൽ പേടിയോടെ ചോദിച്ചു. നീ പറയത്തില്ലേ പുലിയെ കൊന്നത് നീയല്ലെന്ന്? പറയും. നീ മാംസം കഴിച്ചിട്ടില്ലെന്നും പറയും. കഴിച്ചില്ലല്ലോ. പെട്ടെന്ന് സേതു ദേഷ്യത്തോടെ ഒരു തെറി വിളിച്ചിട്ടു മറ്റുള്ളവരോട് പറഞ്ഞു, മനസ്സിലായില്ലേടാ? എന്നിട്ടയാൾ അപ്രതീക്ഷിതമായി അവൻ്റെ തോളിൽ പിടിച്ച് ഒരു പാറയിലേക്ക് അമർത്തിയിരുത്തിയിട്ട് പറഞ്ഞു, എടുത്തോണ്ട് വാടാ ഇറച്ചി, ഇവൻ കഴിക്കും. ചെല്ലക്കുട്ടൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ കഴിക്കത്തില്ല. നീ കഴിക്കും, നിന്റെ കീച്ചിപ്പാപ്പ കഴിക്കും. സേതു വന്ന് ചെല്ലൻകുട്ടൻ എഴുന്നേൽക്കാതിരിക്കാൻ അവൻ്റെ തോളത്ത് അമർത്തിപ്പിടിച്ചു. ടൈറ്റസ് അന്നേരം ഇറച്ചിയുമായി വന്നു. സെയ്ദിൻ്റെ കൈവിടാൻ ശ്രമിച്ചുകൊണ്ട് ചെല്ലക്കുട്ടൻ പറഞ്ഞു, വിട് സാറേ, ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. വിമൽ ചെല്ലക്കുട്ടൻ്റെ കൊളറി പിടിച്ചിട്ട് പറഞ്ഞു, ടൈറ്റസേ, ഇവനെ വിശ്വസിക്കരുത്, കുത്തിക്കേറ്റടാ അവൻ്റെ വായിൽ. ടൈറ്റസ് അവൻ്റെ വായിലേക്ക് ഇറച്ചി കൊണ്ടുചെന്നപ്പോൾ ചെല്ലക്കുട്ടൻ ഇറച്ചിക്കൊരു തട്ട് കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റു. കഷ്ണങ്ങൾ ടൈറ്റസിൻ്റെയും സെയ്ദിൻ്റെയും പുറത്തേക്ക് തെറിച്ചു. ചെല്ലക്കുട്ടൻ മുന്നോട്ടോടാൻ ശ്രമിച്ചു. അവനെ വിമൽ പൂണ്ടടക്കം പിടിച്ചു. അയാളെ കുടഞ്ഞെറിഞ്ഞ് അവൻ മുന്നോട്ടോടി. പിന്നാലെ മറ്റുള്ളവരും. സെയ്ദ് അലറി, വിടരുതെടാ അവനെ. ഒരു പാറയുടെ മുനമ്പിലേക്കാണ് ചെല്ലക്കുട്ടൻ ഓടിക്കയറിയത്. 4 ചുവട് വെച്ചാൽ പിന്നവർ കൊക്കയിലേക്കാണ്. അവൻ പറഞ്ഞു, അപകടമാ, എൻ്റെ അടുത്തേക്ക് വരരുത്. സെയ്ദ് കൂളായി തോക്ക് വലിച്ചെടുത്ത് അവൻ്റെ നേരെ ചൂണ്ടി, ചാടടാ, നീ ഞങ്ങളെ 3 പേരെ തുലയ്ക്കുന്നതിലും നല്ലത് അതാ. ടൈറ്റസ് പെട്ടെന്ന് ഇടയിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വേണ്ട, തിരിച്ചു ചെന്നാൽ നമ്മൾ എന്താ പറയും സാറേ? സെയ്ദ് പെട്ടെന്ന് ഇടയിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വേണ്ട. സെയ്ദ് പല്ലുറുമ്മിക്കൊണ്ട് പറഞ്ഞു, കാടാ, ഒരുപാട് കാന്തകളുണ്ടടാ പറയാൻ. ടൈറ്റസ് ദാക്ഷിണ്യത്തോടെ ചെല്ലക്കുട്ടനോട് പറഞ്ഞു, ഡാ, ഞാനൊരു കഷണം ഇറച്ചി തുടച്ചെടുത്ത് തരാം, അതൊന്ന് ഇറക്കടാ, ഈ പ്രശ്നമൊന്ന് തീർക്ക്. ചെല്ലക്കുട്ടൻ പറഞ്ഞു, വേണ്ട, വെടിവെച്ച് കൊന്നേര്, ചാടിച്ചാവുകേല. സെയ്ദ് പറഞ്ഞു, പിടിച്ച് വണ്ടി കയറ്റടാ. ടൈറ്റസും വിമലും ചേർന്ന് ചെല്ലക്കുട്ടനെ പിടിച്ച് വണ്ടിക്കടുത്തേക്ക് എത്തിച്ചപ്പോൾ സെയ്ദ് പറഞ്ഞു, ആ കൂട്ടിലേക്ക് ഇട്ടേരെ അവനെ. പുലിക്കൂട്ടിലേക്ക് അവനെ തള്ളിക്കയറ്റി. വലിയ എതിർപ്പ് കാണിക്കാതെ ചെല്ലക്കുട്ടൻ അതിനകത്തേക്ക് കയറി. ടൈറ്റസ് താഴിട്ട് പൂട്ടി. വിമൽ കൂടിൻ്റെ മുകളിലേക്ക് ടാർപോളിൻ എടുത്തിട്ടു. ഭംഗിയായി മറച്ചു. എങ്ങു നിന്നും ഒന്നും കാണില്ലെന്ന് ഉറപ്പുവരുത്തി സെയ്ദ് പറഞ്ഞു, ഇനി പോകാം. വിമൽ മെല്ലെ ചോദിച്ചു, ഇവനെ എന്തു ചെയ്യാനാ സാറേ? സെയ്ദ് പറഞ്ഞു, ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവിയെ കാച്ചിയ 7 വർഷം വരെ തടവ് ശിക്ഷ. മനുഷ്യനെ കൊന്നാലും നല്ല നടപ്പിൽ 8 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങി വരാം. വലിയ വ്യത്യാസമൊന്നുമില്ല. വാ, യാത്രയിൽ ആലോചിക്കാം. ടൈറ്റസ് ഭയത്തോടെ വിമലിനെ നോക്കി. അഴികളിൽ പിടിച്ച് ഒന്നും മിണ്ടാതെ ചെല്ലക്കുട്ടൻ മുട്ടുകുത്തി നിന്നു. അവൻ അസ്വസ്ഥതയോടെ കൂട്ടിലേക്ക് നോക്കി. മുയലിൻ്റെ ഒരു കറുത്ത ചെവി കമ്പിയിൽ ഉടക്കിക്കിടക്കുന്നു. പച്ചമാംസത്തിൻ്റെ ഗന്ധം, പുലിയുടെ മൂത്രത്തിൻ്റെ ഗന്ധം. നിശബ്ദത, വണ്ടിയുടെ മുരൾച്ച മാത്രം. വിമൽ ഗദ്ഗദത്തോടെ സെയ്ദിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സോറി സാർ, പടിയിറങ്ങുന്നതിൻ്റെ തലേന്ന് സാറിനെ ഈ അവസ്ഥയിലാക്കിയതിന്. സെയ്ദ് പറഞ്ഞു. സെയ്ദ് പുറത്തേക്ക് നോക്കിയിരുന്നു. അവസാനമായി കാടിനെ കാണുന്ന വിധം. പിന്നെ പറഞ്ഞു, വണ്ടി നിർത്തണം, നമ്മൾ പുലിയെ കൊന്നുകുഴിച്ചിട്ട ഇടത്ത്. പറഞ്ഞ ഇടത്ത് ടൈറ്റസ് വണ്ടി നിർത്തി. വിമൽ പേടിയോടെ ചോദിച്ചു, സാറേ, നമ്മളവനെ എന്തു ചെയ്യും? സെയ്ദ് പറഞ്ഞു, ഒന്നും ചെയ്യൂല. അവൻ നമ്മളെയും ഒന്നും ചെയ്യരുത്. ആ പുലിയുടെ എല്ലും തോലും എടുത്ത് മാറ്റണം. ചൂണ്ടിക്കൊടുക്കാൻ അവനൊന്നും ബാക്കി വയ്ക്കരുത്. ടൈറ്റസ് ആശ്വാസത്തോടെ വിമലിനെ നോക്കി. കൂട് തുറന്നു. ചെല്ലക്കുട്ടനോട് പുറത്തിറങ്ങാൻ ടൈറ്റസ് ആംഗ്യം കാണിച്ചു. ഇറങ്ങിയപ്പോൾ ചോദിച്ചു, നീ എവിടാ അതിനെ കുഴിച്ചിട്ടത്? ചെല്ലക്കുട്ടൻ വിമലിനെ നോക്കി. വിമൽ അപേക്ഷയോടെ പറഞ്ഞു, കള്ളം പറയല്ലടാ, കത്തിച്ചു കളയാനാ.
ചെല്ലക്കുട്ടൻ മുന്നോട്ട് നടന്നു. മൺവെട്ടിയുമായി വിമൽ തൊട്ടു പിന്നാലെ മറ്റുള്ളവർ. നേരം പുലരാൻ തുടങ്ങിയിരുന്നു. പുഴക്കരയിലെത്തി. ഒരു മരത്തിൻ്റെ പിന്നിൽ ഒരനക്കം. വായിൽ എല്ലിൻ കഷ്ണവുമായി ഒരു കുറുക്കൻ അവരുടെ മുന്നിൽ വന്നു ചാടി. അവരെ കണ്ട് തിരിഞ്ഞോടി. ചെന്നു നോക്കിയപ്പോൾ മനുഷ്യനോ മൃഗമോ ആരോ മാന്തി തുറന്ന ഒരു കുഴി. അതിനകം ശൂന്യമായിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടി ചെല്ലക്കുട്ടൻ പറഞ്ഞ്, ഇവിടെ തന്നെ ഞാൻ കുഴിച്ചിട്ടത്. സെയ്ദ് ദേഷ്യത്തോടെ ചോദിച്ചു, പിന്നെ എവിടെയാടാ? ചെല്ലക്കുട്ടൻ സെയ്ദിനെ നോക്കി മെല്ലെ പറഞ്ഞു, കാട് കൊണ്ടുപോയി. ആ കുഴിയിൽ നോക്കി സെയ്ദ് സ്തംഭിച്ചു നിന്നു. ഒരു ചോരപ്പാട് പോലും അതിൽ ശേഷിച്ചിരുന്നില്ല. തളർന്നു സെയ്ദ് മരത്തിൽ പിടിച്ചു നിന്നു. വിമൽ ചോദിച്ചു, കൊണ്ടുപോയത് മൃഗങ്ങളാണോ അതോ ഇനി? സെയ്ദാണ് മറുപടി പറഞ്ഞത്, മൃഗങ്ങളും മനുഷ്യരും. ദയനീയമായ സ്വരത്തിൽ സെയ്ദ് കൂട്ടിച്ചേർത്തു, കാട് പണി തന്നതാ എനിക്ക്. ഇതുവരെ ചെയ്തതിനെല്ലാം കൂട്ടിച്ചേർത്ത് തീർന്നില്ല. ഇനി കാട് ഇതെല്ലാം തിരിച്ചു തുപ്പൂ. ആ തോലും എല്ലും നഖവുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതുമായി ആരെങ്കിലും പിടിയിലാകും. ചെല്ലക്കുട്ടൻ്റെ കണ്ണിലേക്ക് നോക്കി സെയ്ദ് പറഞ്ഞു, അന്നിവൻ്റെ മൊഴി വരും. അയാൾ അവൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ പല്ലു ഞെരിച്ചു. അയാളുടെ കണ്ണു നിറഞ്ഞു വന്നു. വിമൽ പറഞ്ഞു, ഇല്ല സാറേ, ഇല്ല, അങ്ങനൊന്നും വരില്ല. വാ, നമുക്ക് പോകാം. സെയ്ദ് പക്ഷേ ചെല്ലക്കുട്ടൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുത്തില്ല. പന്തിയല്ലെന്ന് കണ്ട് വിമൽ സെയ്ദിൻ്റെ കയ്യിൽ കയറിപ്പിടിച്ചു. സാറേ. സെയ്ദിൻ്റെ കണ്ണുകൾ ചുവന്നു വന്നു. അയാൾ വിമലിൻ്റെ കൈ തട്ടിമാറ്റി. അരയിലെ തോക്കിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, പുലുക്കി വെച്ച ആ ഉണ്ട എവിടാടാ? അതിൻ്റെ ദേഹത്ത് തുളച്ച ഉണ്ട എവിടെയേടാ? ചെല്ലക്കുട്ടൻ മിണ്ടിയില്ല. സെയ്ദ് അലറി, അത് നീ വിഴുങ്ങിയോ അതോ കാട് വിഴുങ്ങിയോ? അത് നീ തുപ്പുമോ അതോ കാട് തുപ്പുമോ? ചെല്ലക്കുട്ടൻ കൂസാതെ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സെയ്ദ് പറഞ്ഞു, നിനക്കറിയാമെങ്കിലും ഇല്ലേലും ഞാൻ കാത്തിരിക്കാം ചാകുന്നവരെ. ടൈറ്റസിനെ നോക്കി അയാൾ പറഞ്ഞു, വണ്ടിയെടുക്കടാ, പോകാം. തിരിച്ചിറക്കത്തിൽ കുലുക്കം കുറച്ചു കുറവായിരുന്നു. പുലിയൊഴിഞ്ഞ കൂട്ടിൽ പിടിച്ച് ചെല്ലക്കുട്ടൻ കൂസാതെ നിന്നു. കാട് ഇടയ്ക്കിടെ ഇലകളും വള്ളികളും ചില്ലകളുമായി അവനെ സ്പർശിച്ചു, തൊട്ടു തഴുകി. ഇതോടെ നമ്മുടെ GR ഇന്ദുഗോപൻ്റെ കരിമ്പുലി എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒട്ടേറെ കഥകളുണ്ടാകും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.